ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിലെ 11ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ഒരു തുടർച്ച പോലെ ആണിത് വരുന്നത്. അതായത് അഹം അഹം എന്നരുളുന്നത് ഒക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഇരുളിൽ ആകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അപ്പം ഇവിടെ അഹം അഹം എന്നരുളുന്നത് ഒക്കെ ആരായുകിൽ, ഈ ഞാൻ എന്നൊക്കെ പറയുന്നത് നമ്മളതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ, ആരായുകിൽ അന്വേഷിച്ചാൽ അത് അകമേ ഉള്ളിൽ പലതല്ല അത് ഏകമാകും. അത് ഒന്ന് മാത്രമാണ്. അകലും അഹന്ത അനേകമാകയാൽ ഈ അഹന്ത ഞാനെന്ന ഭാവം അത് പല പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാലും അനേകമാണ് എന്നിരുന്നാലും തുകയിൽ അഹം പൊരുളും തുടർന്നത്. ഇതിൻ്റെ ആകെത്തുക എടുത്തു നോക്കുമ്പോൾ അത് ഒന്ന് തന്നെയാണ്. ഇവിടെ ഏതെല്ലാം ഭാവങ്ങളിൽ രൂപങ്ങളിൽ ഒക്കെയാണ് ഈ ഞാൻ എന്ന ഭാവം നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിന് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ആഴം അത് നമ്മൾക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ജീവിതത്തിനിടയ്ക്ക് എങ്ങനെ നമുക്കതിനെ ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇവിടെ പല രീതിയിലുള്ള അഹം ഇവിടെ നിലനിൽക്കുകയാണ്. ആ അഹത്തെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഈ ആകെത്തുകയായിട്ടുള്ള അഹത്തെ നമ്മളുടെ പൂന്താനമൊക്കെ പാടിയ പോലെ ഞാനെന്ന ഭാവം തോന്നായിക വേണം ഇഹ, ഇനി തോന്നുന്നത് അഖിലം ഞാനിതെന്ന ഭാവം തോന്നണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കൊച്ചു ഞാൻ ഈഗോ ആണ് നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്. ഇനി അഥവാ അങ്ങനെ തോന്നിയാൽ നമുക്ക് എല്ലാം ഞാനാണ് എന്നുള്ള ഭാവത്തിലേക്ക് ഉണരുവാൻ സാധിക്കണം. അത് ഏകമാണ് എന്നുള്ള രീതിയിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എപ്പോഴും ഞാൻ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, നാം എന്നാണ്. അതിൻ്റെ കാരണം ഇതെല്ലാം ആ ഒരു പരമ്പൊരുളാണ്, പരമമായിട്ടുള്ള ചൈതന്യമാണ് എന്നുള്ള സാക്ഷാത്കാരത്തിൻ്റെ തെളിച്ചത്തിൽ ഗുരു ഇവിടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പിന്നെ ഭേദബുദ്ധി ഉണ്ടാകുന്നില്ല. അപ്പം ഇവിടെ പലപ്പോഴും നമുക്ക് ഈ പല രീതിയിലുള്ള അഹം വരുന്നത് ആ ഭേദബുദ്ധി വരുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭേദബുദ്ധി ഇല്ലാതാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു അവബോധമുണ്ടാകണം. അത് ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് പലതാണ് എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒന്നാണ് ഈ ഞാൻ. നമ്മൾ ഓരോരുത്തരും അഹം അഹം എന്നുള്ള ഇപ്പം നമ്മുടെ ഭൗതികമായിട്ടുള്ള ചില പെരുമാറ്റത്തിലും ഇടപെടലുകളിലും ഒക്കെ ഇതിനെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു വ്യക്തിയെ നമ്മൾ എടുക്കുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ ആ ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയാണ് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഞാൻ അധ്യാപകനാണ്, ഞാൻ അതേപോലെ ഡോക്ടറാണ്, എൻജിനീയറാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൊച്ചുമകനാണ്, ഇന്ന ആളുടെ മകനാണ്, ഇന്ന ആളുടെ ബന്ധുവാണ്, ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഇതൊക്കെ
പല പല അഹം എന്നുള്ള ഭാവത്തിൽ നമ്മൾ കാണുമ്പോഴും അയാൾ വ്യവഹരിക്കുമ്പോഴും ഇതിനെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റ അഹം മാത്രമാണ്, ഒരേ ഒരു ഭാവം മാത്രമാണ് മാറ്റമില്ലാതെ നിൽക്കുന്നത്, ആ ഏകമായിട്ടുള്ള ഞാൻ. അപ്പോൾ പല ഭാവങ്ങളിലും രൂപങ്ങളിലും കാണുമ്പോഴും ആ ഒന്നിന് മാറ്റമില്ലാതെ ഇരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, അതാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടുന്നത്. ആ അറിവ് ആണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. അറിവിൻ്റെ അഭാവമാണ് ശരിക്കുള്ള അജ്ഞാനം. ആ അറിവില്ലായ്മയെ നമുക്ക് തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഈ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ നമ്മൾക്ക് എത്രമാത്രം സൂക്ഷ്മത ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മളുടെ ഉപനിഷത്തിൻ്റെയും വേദത്തിൻ്റെയും ഒക്കെ സാരമായിട്ട് നമ്മൾക്ക് ഇവിടെ ഗുരു അതിനെല്ലാം കാച്ചിക്കുറുക്കി നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. പലപ്പോഴും അതിൻ്റെ ഒരു ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമ്മുടെ മുൻവിധികൾ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാത്തിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്ന ആ ചൈതന്യത്തെ, ആ അഹത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. സാധിക്കാതെ പോകുമ്പോൾ നമുക്ക് പലതും ഈ മനുഷ്യജന്മം തന്നെ വ്യർത്ഥമായി പോകുന്നു, നിഷ്പ്രയോജനമായി പോകുന്നു. അതിന് ഇടവരാതിരിക്കട്ടെ. ഗുരുവിൻ്റെ ആ പാദപത്മങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കുമ്പോൾ, അതിന് മനനം ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുകയും കൃതകൃത്യമാക്കുകയും ചെയ്യാം. അതിനെ അവർക്കും സാധിക്കട്ടെ. നമസ്കാരം.